വെൽക്കം ടു ചാനൽ ഷിൻചാനെ. നീ അറിഞ്ഞോ പോലീസ് സ്റ്റേഷനിൽ ഒരു ഗോൾഡൻ താർ? ഷിൻചാനെ, നീ അറിഞ്ഞോ? അല്ലല്ലോ. അതെ, മന്ത്രിൻ്റെ കുട്ടിൻ്റെ താറാണ്. അത് പോലീസ് പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അതെല്ലാം നമുക്കത് അടിച്ചു മാറ്റണം. ഷിൻചാനെ, നീ വാ, എൻ്റെ കൂടെ വാ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ പോലീസ് സ്റ്റേഷനൊക്കെ ഇന്ന് അടിച്ചു മാറ്റാന്ന് പറഞ്ഞ പോലീസുമാരൊക്കെ ഉണ്ടാവുന്നതാണ്. ഷിൻചാനെ, നീ പേടിക്കൊന്നും വേണ്ട. ഏതായാലും എൻ്റെ കയ്യിലൊരു ബുദ്ധിയുണ്ട്. ഞാൻ ബാവേ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണേ. ഇവിടെ വണ്ടി നിർത്തിയതായാലും ഇറങ്ങിയാണ്ടോ അല്ലേ? അവിടെ കണ്ടില്ലേ ഗോൾഡൻ താറ് ഗ്യാസ്. ഏതായാലും ഷിൻചാനെ, എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. സാറേ, എന്നോട് മന്ത്രിൻ്റെ കുട്ടി ഈ വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞിരിക്കണേ അവൻ്റെ പേരേക്ക്. ഞാൻ കൊണ്ടുപോയിക്കോട്ടെ സാറേ? നീ ഏതാ? നീ എവിടുന്ന പേരിന്? സാറേ, ഞാൻ അവൻ്റെ അമ്മായിൻ്റെ കുട്ടിയാണ്. ബെസ്റ്റ് ഫ്രണ്ടാണ് ഞങ്ങൾ രണ്ടാളും. കൊണ്ടുപോയിക്കോട്ടെ സാറേ? അവൻ കൊണ്ടുവരാൻ പറഞ്ഞാണ്. ഈ താറെടുക്കാൻ ഞാനും കൂടി സഹായിച്ചിരിക്കണം അവനെ. ആ, അവൻ്റെ പേരേക്ക് തന്നെ എത്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ ജോലി പോവും. ഓക്കെ, എത്തിക്കാം, കുഴപ്പമില്ല, ഞാൻ എത്തിച്ചോണ്ട്. ഷിൻചാനെ, വേഗം വന്ന് കയറി. ഷിൻചാനെ, നമ്മളിത് അടിച്ചു മാറ്റിക്കാണ്. നീ എൻ്റെ ബുള്ളറ്റും കൊണ്ട് എടുക്കണം നമുക്ക്. നീ ബുള്ളറ്റ് കുറച്ച് കണ്ട് വന്ന് എടുക്കാം നമുക്ക്. പ്രശ്നമില്ല, വേഗം എടുക്കാം. ഷിൻചാനെ, പോലീസ് നമ്മളെ വരിക്ക് വരുമോ? ഇല്ലല്ലോ. ഏതായാലും ഇപ്പോൾ ഇവിടെ വെക്കാം. പോലീസുമാർ വരികയാണെങ്കിൽ നമുക്ക് അപ്പം എന്തെങ്കിലുമൊക്കെ കാട്ടാം. ഏതായാലും എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? നമ്മൾ മന്ത്രിൻ്റെ കുട്ടീൻ്റെ സുഹൃത്താണ് പറഞ്ഞാണ്ട് പറ്റിച്ചാണ്ട് ഈ ഗോൾഡൻ താർ നമ്മൾ എടുത്തില്ല ഷിൻചാനെ. ഇതാണ് എൻ്റെ ബുദ്ധി. ഏതായാലും നമുക്കിത് ഗ്യാരേജിൽ ഇട്ടേക്കാം കുറച്ച് നേരം. പോലീസുമാർ വരുമെന്ന് നോക്കണമല്ലോ. ഗ്യാരേജിൽ ഏതായാലും പാർക്ക് ചെയ്യാണ്ട്. ഷിൻചാനെ, നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഷിൻചാനെ, അതിമപ്പോൾ കളിച്ചത് കേട്ടോ. ഗോൾഡത്തിന് സാധനമാണ്, നശിപ്പിക്കല്ലത് അത്. ഓക്കെ, നീ എന്താ തമാശ കളിച്ചത്? എനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. പോലീസുമാർക്ക് വരുമെന്ന് കിട്ടിയാണ്ട്. നീ ഏതായാലും വാ, നമുക്കേതായാലും മേലെ പോയി ടി വി കാണാം. ഞാൻ ബാവേ, ഏതായാലും ഇപ്പം എന്താ ഗോൾഡൻ കാർ കിട്ടിയതായാലും. ഫ്രാങ്കളെ, പുറത്ത് പോലീസ് വന്നിട്ടുണ്ട്. പുറത്ത് പോലീസോ? ഓ, നോക്കട്ടെ. കേസ് പോലീസ് വന്നിട്ടുണ്ട് അവിടെ. അയ്യോ, ഇവല് ഇങ്ങോട്ട് കൊണ്ടുവന്ന കാര്യം അറിഞ്ഞോ? കേസ് ആകെ സീനായോ? പക്ഷെ ഇഞ്ചാനെ പോലീസ് വന്നിക്കണ്. നീ എന്താ കാട്ടും? നവില്ലപ്പം ഞാൻ എന്നോട് ചോദിച്ചേ എന്താ കാട്ടും? നീ ഏതായാലും പോവേ, എൻ്റെ കയ്യിലൊരു ബുദ്ധിയുണ്ട്, വർക്ക് ചെയ്ത് നോക്കാം. ഏതായാലും ഇനിയിപ്പോൾ ഷിൻചാനെ, നീ അവിടെ പോയി എന്ത് പൊട്ടത്തരം വിളിച്ച് പറയരുത് കേട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യവും. ഞാൻ പോവ്. നമുക്ക് ഈ പോലീസ് സാറിനോട് ചോദിച്ചേക്കാം. സാറുമാരെ, എന്താണ് പ്രശ്നം? ഞാൻ താറാവിൻ്റെ പേരിലെത്തിച്ചല്ലോ, പിന്നെന്താ? നീ കള്ളമല്ലേ പറയണത്? നീ അവൻ്റെ ആരും അല്ലല്ലോ, പിന്നെന്താ? നീ കള്ളല്ല പറയണടാ. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അവൻ്റെ പേരിൽ പോയോക്കി. നിങ്ങൾ പോയോക്കിയിട്ടില്ലല്ലോ. അവൻ്റെ പേരിൽ പോയോക്കി. ഇനി ഇല്ലെങ്കിൽ എൻ്റെ ഇവിടെ വന്നാണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തോളി. എൻ്റെ പേര് മുഴുവൻ സെർച്ച് ചെയ്തോളി. ഓക്കെ? കോട്ടെ, ഞങ്ങളേതായാലും അവൻ്റെ പേരേക്ക് പോയോക്കിയിട്ടില്ല. ഏതായാലും ഞങ്ങൾ മന്ത്രിൻ്റെ പേരേക്ക് പോയോക്കാണ്, മന്ത്രിൻ്റെ കുട്ടീൻ്റെ പേരേക്ക്. അങ്ങനെ അവന്മാർ പോയി. പക്ഷെ ഇഞ്ചാനെ, ഒരു ഇതിൽ നമ്മൾ രക്ഷപ്പെട്ടെ. ഈ താറ് നമ്മളിവിടെ വെച്ച് നടക്കൂല. നമുക്ക് 2-3 ദിവസം വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിടാം. ഏതായാലും എൻ്റെ കയ്യിലൊരു സ്ഥലമുണ്ട്. നീ ഇപ്പോൾ ഇവിടെ നിന്നോ, ഞാനവിടെ കൊണ്ടുപോയിട്ട് വരാം. എൻ്റെ കയ്യിലൊരു സ്ഥലമുണ്ട്. ഏതായാലും ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊരു സ്ഥലമുണ്ട്. അതിൽ അവിടേക്ക് കൊണ്ടുപോയിടാം. അവിടെ ആകുമ്പോൾ പോലീസുമാരൊന്നും അങ്ങനെ വരൂല കേസ്.
അതുകൊണ്ട് നമുക്ക് അവിടെയാണ് കൊണ്ടുപോയിടാം ഗൈസ്. നേരെ പോവാം നമുക്ക്. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടേക്ക് അങ്ങനെ പോലീസും അങ്ങനെ ആരും വരില്ല. ഇവിടെ ഒരു ഡേഞ്ചർ സ്ഥലമാണ്. ഏതായാലും നമുക്ക് അവിടെ കൊണ്ടുപോയി നിർത്തിയിടാം ഈ വണ്ടി. പോലീസുമാർ ഉറപ്പായിട്ടും ഞാൻ അവിടെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ പേരേക്ക് ഉറപ്പായിട്ടും വരും കേസ്. നമ്മളെ ജയിലിൽ കിടാനും ചാൻസ് ഉണ്ട് കേസ്. കാരണം അങ്ങനെയാണ്. ഏതായാലും നമുക്ക് ഇത് എവിടെയും ഇവിടെ പാർക്ക് ചെയ്തിടാം. ഈ സ്ഥലത്തേക്ക് അങ്ങനെ ആരും വരില്ല. സ്ഥലം അങ്ങനെ ആർക്കും അധികം അറിയില്ല കേസ്. എനിക്ക് കുറച്ച് ആൾക്ക് മാത്രമുള്ള അറിയാം. നമ്മളെ തന്നെയാണ് സ്ഥലം തന്നെയാണ് കേസ്. അത് ഇനി പ്രശ്നമല്ല കേസ്. ഇത് കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ കേസ്. പോലീസുമാർക്ക് നമ്മളെ പെരയിൽ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ പെരയ്ക്ക് കൊണ്ടുപോകാം കേസ്. അതോളം ഇത് ഇവിടെ നിൽക്കട്ടെ കേസ്. ഇനി നമ്മളെ വീഡിയോയിൽ താറുണ്ടാവും കേസ്. അപ്പോൾ നമ്മളടുത്ത് അടിച്ച് മാറ്റും കേസ്. അങ്ങനെ എല്ലാതും അടിച്ച് മാറ്റും കേസ്. നമ്മളെ ആരും തടയില്ല കേസ്. തടയാൻ വയ്ക്കൂല കേസ്. ഇത്രയുള്ള വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.